തുറന്ന സംവാദവേദിയായ പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ മാസ് ഇന്നിപ്പോൾ പാലക്കാടിൻ്റെ നല്ല ചൂടുള്ള മണ്ണിലാണ് നിൽക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് പ്രത്യേകിച്ച് കനത്ത പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ പാലക്കാടിൻ്റെ പൊതുചിത്രം പരിശോധിക്കുന്നു, ഒപ്പം തന്നെ ഒറ്റപ്പാലത്തെ സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കുന്നു. LDFനെയും UDFനെയും NDAയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് PM ആർഷോയും അരുൺകുമാർ പാലക്കുറിച്ചിയും KV വരുൺ പ്രസാദുമാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ചേരുന്നത്. ആർഷോ, ഇവിടെ പാലക്കാടിൻ്റെ പൊതുസ്ഥിതി തന്നെ ആദ്യം ഞാൻ ചോദിച്ചു തുടങ്ങാം, ഒപ്പം എന്തുകൊണ്ട് വിജയിക്കണം എന്ന സാഹചര്യവും. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മെച്ചമുണ്ടാക്കിയ ഒരു ജില്ലയാണ് LDF. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൊതു സാഹചര്യം പരിശോധിച്ചാൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു ജില്ലയാണ്. പക്ഷേ ആ സ്ഥിതി തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നിവിടെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും നല്ല ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നടക്കുന്നു എന്ന പ്രതീതി കാണുന്നു. അപ്പോൾ സാഹചര്യം ഒന്ന് മാറാൻ സാധ്യതയുണ്ടോ? പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പൊതുവിൽ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ വലിയ പിന്നോട്ടടിയുണ്ടായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ജില്ലയ്ക്കകത്ത് വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞതിൻ്റെ അനുഭവമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടമൊക്കെ പൂർത്തീകരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാലക്കാട് ജില്ലയിൽ പൊതുവെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച വിജയം, സീറ്റിനകത്ത് വർധനമുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നൊരു നിലയിലാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അങ്ങ് സൂചിപ്പിച്ചതുപോലുള്ള ടൈറ്റ് ഫൈറ്റ് ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ ഇല്ല എന്നുള്ളതാണ് ഈ നാടകത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടുന്ന കാര്യം. നല്ല മുന്നോട്ട് പോക്കുണ്ടാകും, മികച്ച വിജയങ്ങളുണ്ടാകും. പാലക്കാട് വിജയിക്കണം LDF. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, വലിയ വിജയങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ പാലക്കാട് വലിയൊരു ശതമാനം മണ്ഡലങ്ങൾക്കകത്തും 50% മുകളിൽ വോട്ട് നേടിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ വിജയമുണ്ടാകുക എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ ഈ നാടിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ എന്ത് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 2016 മുൻപുണ്ടായിരുന്ന കേരളത്തെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നു കാണാനായിട്ട് ഒരിടയിലും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ 2016 നിന്ന് 2026 ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഇടതുപക്ഷം അഭിസംബോധന ചെയ്തു. ആ അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പുകളിൽ പ്രകടന പത്രിക ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. എന്ത് ചെയ്യും എന്ന ഉറപ്പ് കൊടുത്താണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. 10 വർഷത്തിനിപ്പുറം ജനങ്ങളോട് പറഞ്ഞത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയും സമാനതകളില്ലാത്ത, മുൻകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത നിലയിലേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ നാടിനെ മുന്നോട്ട് നയിച്ചത് തന്നെ ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം, ഞങ്ങളുടെ ഉറപ്പ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തോട്ട് ചേർന്ന് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. റൈറ്റ് അരുൺ, ഇവിടെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ എന്ന പ്രതീതി ഇപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ LDFന് വലിയ മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞ ജില്ലയാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF, കോൺഗ്രസ് പ്രത്യേകിച്ച് കൂടുതൽ മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ മാത്രമേ ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് പാലക്കാട് ജില്ല പല തരത്തിൽ നിർണായകമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പാലക്കാട് കഴിയുമോ? എന്തുകൊണ്ട് കഴിയണം? കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിലുണ്ട്. ആ സീറ്റുകളിലൊക്കെ കൃത്യമായ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് തൃത്താലയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിസാര വോട്ടിനാണ്. അവിടെ കൃത്യമായ മത്സരം നടക്കുന്നുണ്ട്. അവിടെ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഒറ്റപ്പാലത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കിട്ടും, ഒറ്റപ്പാലത്തൊന്നും ഒരു മത്സരമില്ല എന്ന് പറഞ്ഞു കിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ വലിയ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വെറുതെ ടൈറ്റ് വന്നാലും ഈ ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടരുത് എന്ന് പറയാൻ കാരണമുണ്ടെങ്കിൽ ഇവിടെ വലിയ ടൈറ്റുള്ള മത്സരം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പാലക്കാട് നിയോജകമണ്ഡലം ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ വലിയ മത്സരം നടക്കുന്നു, ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. നെന്മാറ ഞങ്ങൾക്ക് കിട്ടാത്ത മണ്ഡലം, അവിടെ വലിയ മത്സരം നടക്കുന്നു, ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. കോങ്ങാട് ഈ ഉണ്ടായ കാലഘട്ടം മുതൽ നിയോജകമണ്ഡലം ഞങ്ങൾക്ക് കിട്ടാത്തതാണ്. 15 വർഷം കഴിഞ്ഞു, ആ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നു, ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു. 12 അസംബ്ലിയിൽ 8 മുതൽ മേലോട്ടുള്ള സീറ്റിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി ഈ പാലക്കാട് ജില്ലയിൽ വിജയിക്കാൻ പോകും. ഈ പറഞ്ഞ പേരുകൾക്ക് അപ്പുറത്തുള്ള മണ്ഡലങ്ങളിലെല്ലാം ഉള്ള ഒരു പ്രശ്നത്തിലാക്കി കേട്ടോ. ഇങ്ങനെ എണ്ണം എടുത്ത് ഞാൻ പറഞ്ഞത് 8 മുതൽ എന്നുള്ളതാ പറഞ്ഞത്. 12 പേര് ഞാൻ പറയുന്നില്ല, ഞാൻ തോൽക്കും എന്നുള്ളൊരു സീറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. 8 മുതൽ 12 പല സീറ്റുകളും വിജയിക്കാൻ ഞങ്ങൾ. എന്തുകൊണ്ട് പാലക്കാട് UDF വിജയിക്കണം? പാലക്കാട് വിജയിക്കാതിരിക്കാൻ പറ്റുമോ?
പാലക്കാട് എന്നല്ല കേരളത്തിൽ എന്തുകൊണ്ട് UDF വിജയിക്കണം എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇത്രയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു സർക്കാർ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു സർക്കാർ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ ഘോരഘോരം പല മേഖലകൾ പറയുമെങ്കിലും ആരോഗ്യ മേഖലയുടെ കാര്യമെടുക്കാം. പാലക്കാട് ജില്ലയിൽ ഒരു കുട്ടി സർജറിക്ക് പോയി. ആ കുട്ടി സർജറി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ കുട്ടിയുടെ കൈ അറുത്തു മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു മറുപടി പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായില്ല, ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായില്ല, ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈ വെച്ച് കൊടുക്കാൻ ഈ സർക്കാർ ഉണ്ടായില്ല. പകരം അത് കൈ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വരേണ്ടി വന്നു. ഒരു സ്ത്രീയുടെ സർജറി നടത്തിയപ്പോൾ ആ സർജറി വയറ്റിനകത്ത് നടത്തി കഴിഞ്ഞപ്പോൾ കത്രിക അതിനകത്ത് വെച്ച് കെട്ടിപ്പൂട്ടി വിടേണ്ട അവസ്ഥയിലേക്ക് മാറി. കാലിന് ശസ്ത്രക്രിയ നടത്താൻ ചെന്ന ആൾക്ക് കയ്യിന് ശസ്ത്രക്രിയ നടത്തേണ്ട അവസ്ഥ കേരളത്തിലുണ്ടായി. ആരോഗ്യ മേഖല തകർന്നു, KSRTCയുടെ മേഖല തകർന്നു. ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ് പാലക്കാട് ജില്ല. ആ കർഷകർ നെല്ലുൽപാദനം നടത്തിയിട്ട് നെല്ല് എടുത്ത് വെക്കേണ്ട അവസ്ഥ കേരളത്തിലെ പാലക്കാട് ജില്ല ഉണ്ടായി. അതുകൊണ്ട് ഇതൊക്കെ മാറാൻ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കണം എന്നുള്ളത് പൊതുസമൂഹം പറയും. ഇവിടെ A ക്ലാസ് മണ്ഡലങ്ങളൊക്കെ ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട്. NDA സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ ജയിച്ചു വരാനുള്ള സാധ്യതയാണ് നിങ്ങൾ കാണുന്നത്? എന്തുകൊണ്ട് NDA ജയിക്കണമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം NDA ഇപ്പോൾ ഭരണത്തിലേക്ക് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴും പൊതുവെ പൊതുജനം ആ നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യം. കേരളത്തിൽ മുഴുവൻ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ ഇടത് വലത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അവരൊരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി, പുതിയൊരു മുന്നണിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ താല്പര്യമെടുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത്. ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ബദലിനെ അവർ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ എപ്പോഴും വിവാദങ്ങളാണ് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾക്കപ്പുറം വികസനം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ചില മോഡലുകളുണ്ട്, ഞങ്ങൾക്ക് റോൾ മോഡൽസ് ഉണ്ട്. ഞങ്ങളുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 12 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളോടൊപ്പം ചേരുമെന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട്. പാലക്കാട് ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യമൊക്കെ വളരെ പ്രതീക്ഷ വയ്ക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. പണ്ടൊക്കെ A ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റ് കുറവായിരുന്നു, ഇപ്പോൾ അത് കൂടി വരികയാണ്. ഇപ്പോൾ പാലക്കാട് ഏകദേശം പൊതുസമൂഹം തീരുമാനിച്ചു കഴിഞ്ഞു ഞങ്ങൾ വിജയം ഉറപ്പിച്ചു എന്നുള്ളത്. ഒറ്റപ്പാലത്തും സ്ഥിതി വിഭിന്നമല്ല. വളരെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഒറ്റപ്പാലത്തിൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഷൊർണൂർ സ്ഥിതി വിഭിന്നമല്ല, മലമ്പുഴയിൽ സ്ഥിതി വിഭിന്നമല്ല. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് വലിയൊരു മുന്നേറ്റം തന്നെ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന് ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം വികസന രാഷ്ട്രീയം എന്നുള്ളതാണ്. ആ വികസന രാഷ്ട്രീയത്തിന് ഞങ്ങൾക്ക് റോൾ മോഡലായിട്ട് നരേന്ദ്രമോദിജിയുണ്ട്. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളുണ്ട്. അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ആ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള ഉത്തമമായിട്ടുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. റൈറ്റ്. ആർഷോ, ഇവിടെ വലിയ ഭരണപരാജയമാണ് ഇവരിരുവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവിടെ പാലക്കാട് ജില്ലയിലും ഭൂരിപക്ഷം സീറ്റുകളിലും ഈ ഇരു മുന്നണികളും വിജയിച്ചു വരുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ വിമതശല്യം. വിമതർ എന്ന് നമുക്ക് എത്രത്തോളം വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ CPIM-നൊപ്പം നിന്ന, ഇടതുമുന്നണിക്കൊപ്പം നിന്ന ആളുകൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റ് UDF-ൻ്റെയൊക്കെ സ്ഥാനാർത്ഥികളായി തന്നെ വരുന്ന സാഹചര്യം ജില്ലയിൽ ഒന്നിലേറെ മണ്ഡലങ്ങളിലുണ്ട് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയെ കൂടി നിങ്ങൾ എങ്ങനെ നേരിടും? അല്ല, ആ നിലയ്ക്ക് ഒരു വിമതശല്യം എന്നുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംഘടനാ വിരുദ്ധമായിട്ടുള്ള വിവിധ ഇടപെടൽ നടത്തിയതിൻ്റെ പുറത്ത് മുൻപ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാലക്കാട്ടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ആ നടപടിക്ക് അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് ഇതിനോടകം തന്നെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് നടപടി സ്വീകരിച്ച് മാറ്റി നിർത്തിയ ഒരാൾ, അങ്ങനെ മാറ്റി നിർത്തിയ ഒരാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമെത്തുമ്പോൾ വലതുപക്ഷവുമായി കൈകോർക്കുന്ന നിലയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് പോയ കാലങ്ങളിൽ അത്രയ്ക്കും അദ്ദേഹം വലതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. എന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും ശ്വാസമുട്ടൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് യോജിക്കുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ എല്ലാ പഴുതുകളും സംഘടനാ പ്രശ്നങ്ങളും തിരിച്ചറിയാവുന്ന ഒരാൾ വലതുപക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് കരുത്ത് കൂടും.
അല്ല, നമുക്കത് കാണാലോ. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒടുക്കം വിധി വരുന്ന ഘട്ടത്തിൽ അത് ബോധ്യപ്പെടും. കാരണം ഈ നാടിനകത്തുള്ള ജനങ്ങൾ നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യരാണ്. സ്വാഭാവികമായി പ്രത്യേകിച്ച് ഒറ്റപ്പാലം മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ എന്നുള്ളത് ഒരു നിലയ്ക്കും അതിൻ്റെ ഒരു ഇളക്കം തട്ടിക്കുന്നതിന് വേണ്ടി ഏതൊരാൾ വിചാരിച്ചു കഴിഞ്ഞാലും നടക്കില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പോകുന്ന ദിനമായിരിക്കും വരാനിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുന്ന 4-ാം തീയതി. ഒറ്റപ്പാലം മാത്രമല്ല, ഇപ്പം മലമ്പുഴയുണ്ട്. ഒറ്റപ്പാലവും മലമ്പുഴയും ഒക്കെ കേരളം മൊത്തം നോക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. അല്ല, മലമ്പുഴ നിയോജക മണ്ഡലത്തിനകത്ത് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ നേരത്തെ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി മാത്രമായിരുന്ന ഒരാളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല സന്ദർഭങ്ങളിലും വളരെ ഗൗരവത്തോടെ ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. ആരോപണം മറ്റൊന്നുമല്ല, ഏറ്റവും ദുർബലമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസും BJPയുമായി അവർ രൂപീകരിച്ചിട്ടുള്ള ഡീൽ, അതിൻ്റെ തുടർച്ചയിൽ BJPക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ്സുകാർ പോലും വോട്ട് ചെയ്യാത്ത ഏറ്റവും ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ UDF അവതരിപ്പിക്കുന്നതിന് നില ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് ഉൾപ്പെടെ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കത് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യം പോലെ വികസന മുരടിപ്പിൻ്റെ 10 വർഷമെന്നൊക്കെ യാതൊരു എളുപ്പമില്ലാതെ കോൺഗ്രസ്സുകാർക്ക് ആവർത്തിച്ച് പറയാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിലൊക്കെ കോൺഗ്രസിൻ്റെ ഏതൊരു ആരോപണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച്, ഇപ്പോൾ നുണാന്ന് പറയാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്, അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിനകത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ അത്രയും ഈ നാട്ടിലെ ജനങ്ങളെ സ്പർശിച്ച് കടന്നു പോയിട്ടുള്ളതാണ്. ഏതൊരു മേഖലയും എടുത്ത് പരിശോധിച്ചോ, ഇവരുടെ മുൻപിൽ അനുഭവം ഉണ്ടല്ലോ. ഒരു പറയേണ്ട ഒരു മാറ്റം ഉണ്ടാവണം, 10 കൊല്ലമായി തുടർച്ചയായിട്ട് ഒരു മാറ്റം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ മാറി എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ ആലോചിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇവർ ആദ്യമായിട്ട് കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രാഷ്ട്രീയ മുന്നണി, രാഷ്ട്രീയ പ്രസ്ഥാനമല്ലല്ലോ. ഇതിനു മുൻപ് ഇവർ കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ 11 മുതൽ 16 വരെ UDF അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ എന്തായിരുന്നു ഭരണ നേതൃത്വത്തിൻ്റെ സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് അഴിമതിയുടെ കറപുരളാത്ത ഒരു മന്ത്രി UDFന്റെ മന്ത്രിസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ അനുഭവം. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കേരളത്തിന്റെ ഗതാഗത അപ്പോ ഈ പറഞ്ഞ വികസന പരിപാടികളും ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളും എല്ലാം മുൻനിർത്തി സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഇപ്പോൾ പാലക്കാടിന്റെ പൊതുസ്ഥിതി നോക്കിയാൽ ഈ മണ്ഡലങ്ങളിലേക്ക് ദുർബലരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നതിന് 2 കാര്യം ഇവർ പറയുന്നുണ്ട്. ഒന്ന്, UDFന്റെ കയ്യിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളില്ല. 2, BJPയുമായി ഡീലുണ്ട്. ഇപ്പോൾ പാലക്കാടും മലമ്പുഴയും തമ്മിലൊരു ഡീല് BJPയുമായി നിങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. നിങ്ങളൊരു ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ മറിച്ചൊരാരോപണം തരുന്നുണ്ട്. ഈ മോശക്കാരനായ സ്ഥാനാർത്ഥി എന്ന് ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ ആർഷോദനെ നിൽക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ്, കേരളത്തിലെ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, മണ്ണാർക്കാടും പാലക്കാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് സഖാവ് PK ശശി എന്ന് പറഞ്ഞ് മണ്ണാർക്കാട്ടിലും പാലക്കാടുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചു. അതേ നേതാക്കന്മാർ ഇന്ന് പറയുന്നു ആ നേതാവിനൊരു ചൊക്കിനും പറ്റൂല, ആ നേതാവ് അപ്പുറത്ത് പോയാൽ വിജയസാധ്യത പോലും ഇല്ലയെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. പിന്നെ അച്യുതാനന്ദൻ്റെ PA, അന്ന് അച്യുതാനന്ദൻ എങ്ങനെയായിരുന്നോ, അച്യുതാനന്ദൻ്റെ കൂടെ PA എങ്ങനെ ഉണ്ടായിരുന്നോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇവർക്കതിൽ പേടിയുണ്ട്. ശശിയേട്ടൻ പാർട്ടിയിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ അച്യുതാനന്ദൻ്റെ PA പാർട്ടിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നമുണ്ട്. ഇത് മാത്രമല്ലല്ലോ, G. സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വന്നിട്ട് ഇവിടെ മത്സരിക്കുന്നു. ഇവരുടെ 8 MLA-മാരാണ് ഇടതുപക്ഷം വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് പോന്നിരിക്കുന്നത്. ഇവരുടെ 3 MLA-മാരാണ് BJPയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഡീല് നടക്കാൻ പോകുന്നത് പാലക്കാട് ഇവർ പറയുന്ന പോലത്തെ ഡീലല്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഡീല് ജനങ്ങളുമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡീല് കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളും വളരെ കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഈ വികസന വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? എന്താണ് വികസന വിഷയങ്ങൾ പറയുമ്പോൾ? അദ്ദേഹത്തിന് എന്തും പറയാലോ. അദ്ദേഹം പറയുന്നത് പെൻഷൻ കൃത്യമായിട്ട് കൊടുത്തു, KSRTC ജീവനക്കാരുടെ ശമ്പളം കറക്റ്റായിട്ട് കൊടുത്തു. അതേ KSRTC ജീവനക്കാരാണ് ആത്മഹത്യ ചെയ്യാൻ പോയ ആൾക്കാർ, അതേ KSRTC ജീവനക്കാരാണ് വേറെ പണിക്ക് പോയ ആൾക്കാർ. കോൺക്രീറ്റ് പണിക്ക് പോയ KSRTC ജീവനക്കാരനെ, ബസ് ഡ്രൈവറെ നമ്മൾ കണ്ടതാ, അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോയ ആൾക്കാരാണ്. ഈ പണിയില്ലാതെ ശമ്പളമില്ലാതെ എത്രയോ ആളുകൾ KSRTC ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം കൊടുക്കാതെ വേറെ പണിക്ക് പോയ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എത്ര ആളുകൾ KSRTC ശമ്പളം കിട്ടാതെ പണി അവസാനിച്ചു പോയ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് കേരളം നമ്പർ 1 ആണ്, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്. എന്ത് വികസനം അവർക്ക് പ്രധാനപ്പെട്ട് പറയാൻ കഴിഞ്ഞേ?
കേരളത്തിൽ ഉമ്മൻചാണ്ടി വെച്ച പദ്ധതിയിൽ പെയിന്റ് അടിക്കാതെ, ആ പെയിന്റ് അടിക്കുന്ന പണി എടുക്കാതെ വേറെ എന്തെങ്കിലും പണി പുതിയതായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവരവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി 10 വർഷക്കാലം നീട്ടി അതിനകത്ത് പെയിന്റ് അടിച്ച് അത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞോ? റൈറ്റ്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി അല്ലാതെ ഒരു പദ്ധതി നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാൻ വരുണിലേക്ക് വരാം. അല്ലെന്ന് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് എന്ത് നാട്ടിൽ നടന്നു കഴിഞ്ഞാലും അത് ഞങ്ങളുടെ അപ്പൂപ്പനിട്ട കല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. അത് അവർ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നോട്ടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിങ്ങൾ കേന്ദ്രത്തെ കുറിച്ച് പദ്ധതികളുടെ പേര് മാറ്റി നിങ്ങളുടേതാക്കി, അല്ല കേന്ദ്രം അവരുടേതാക്കി, BJP അവരുടേതാക്കി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ആരോപിക്കുന്ന ആരോപണം അവരുടെ പദ്ധതികളുടെ പേര് മാറ്റി നിങ്ങൾ സ്വന്തമാക്കിയെന്നാണ്. ഇല്ല, നേരത്തെ അരുൺ തന്നെ പറഞ്ഞു പെൻഷൻ കൊടുത്തു എന്നുള്ളത്. പെൻഷൻ കൊടുത്തു എന്നുള്ളത് വസ്തുതയാണ്. കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, കാലോചിതമായ പരിഷ്കാരം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുത്തിയ ഒരു ഗവൺമെൻറ്റാണ് കടന്നു പോകുന്നത്. കാലോചിതമായ പരിഷ്കരണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ അർഹരായ ആളുകളുടെ എണ്ണത്തിനകത്ത്, ഗുണഭോക്താക്കളുടെ എണ്ണത്തിനകത്ത് വലിയ വർധനവുണ്ടായ കാലയളവ്. ഇവർ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ 2014 ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവർ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർ അധികാരത്തിലുണ്ടായിരുന്ന ഒരു കാലയളവിലും ഇത് കാലോചിതമായ വർധനമുണ്ടാക്കണമെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അതാത് ഘട്ടത്തിൽ അർഹതപ്പെട്ട മനുഷ്യരുടെ കൈകളിലെത്തുക എന്ന കാഴ്ചപ്പാടും ഇല്ലാതിരുന്ന ആളുകളായിരുന്നു ഇവർ. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തെ ക്ഷേമ പെൻഷനായിരുന്നു 2016 കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിനു മുൻപ് ഇവർ അധികാരത്തിലുണ്ടായിരുന്ന 2021-26 കാലയളവിൽ 26 മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത്. അത് കൃത്യമായി അർഹതപ്പെട്ട മനുഷ്യരുടെ കരങ്ങളിലേക്ക് എത്തി. അതിനകത്ത് വർധനമുണ്ടായി. ഈ 10 വർഷ കാലയളവിനിടയിൽ 4,10,000-ന് മുകളിൽ വരുന്ന പട്ടയങ്ങൾ വിതരണം ചെയ്ത് ഭൂരഹിതരായ മനുഷ്യർ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടെയുള്ള ഇടപെടൽ ഈ നാട് കണ്ടതാണ്. 5 ലക്ഷത്തിന് മുകളിൽ വീട്, ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 20 ലക്ഷത്തോളം വരുന്ന, ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? പൊതുവിദ്യാഭ്യാസ മേഖല UDF ഗവൺമെൻറ് കാലയളവിൽ എങ്ങനെയായിരുന്നു? ലാഭകരമല്ല, കുട്ടികളില്ല എന്നുള്ളതിൻ്റെ പേരിൽ അടച്ചുപൂട്ടാൻ വേണ്ടി നടന്ന കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുണ്ടായിരുന്നു. മികച്ച പഠനാന്തരീക്ഷം ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ പുസ്തകം ഉണ്ടായിരുന്നില്ല, യൂണിഫോം ഉണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഉച്ചക്കഞ്ഞിയുടെ അരിക്കകത്ത് ചത്ത് കിടക്കുന്ന എലിയെ കണ്ട UDFിൻ്റെ കാലയളവ് ഈ നാടിനകത്തുണ്ടായിരുന്നു. അവിടെ നിന്നും എങ്ങനെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം മാറി എന്നുള്ളതും, എങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്തേക്ക് കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാക്കി എന്നുള്ളതും, മികച്ച സ്കൂൾ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലിരുന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി എന്നുള്ളത്, കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി എന്നുള്ളതിൻ്റെ അനുഭവം ഈ നാടിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രിക്കകത്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ ഈ നാടാകെ നോക്കുന്നതിന്റെ അനുഭവം ഇവർ തർക്കിക്കുമ്പോൾ കണ്ടോ, ഇവർക്ക് ഈ വികസന കാര്യങ്ങളിലെല്ലാം, അതായത് മുൻ മാതൃക ചൂണ്ടിക്കാട്ടി പരസ്പരം തർക്കിക്കാനുള്ള ഒരു അവസരമുണ്ട്. NDAക്ക് അതില്ല, കാരണം കേരളം ഭരിച്ചിട്ടില്ല. പക്ഷേ ഇവർ ഒറ്റയടിക്ക് ഒരുമിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേന്ദ്ര അവഗണന, സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിയത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് NDA ഇവിടെ മത്സര രംഗത്തേക്ക് വരുമ്പോൾ വേണ്ട രീതിയിൽ ജനം സ്വീകരിക്കുമോ? അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നിന്ന് ഏകദേശം 7-8 കേന്ദ്രമന്ത്രിമാർ ഒരേ സമയത്ത് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള 20 MLA-മാരുടെയും MP-മാരുടെയും പിന്തുണയുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്തതിനേക്കാളും വിപ്ലവകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കുറേ പദ്ധതികൾ പറഞ്ഞപ്പോൾ അവസാന മാർഷോ പറഞ്ഞു നിർത്തിയത് ആരോഗ്യരംഗത്തെക്കുറിച്ചിട്ടാണ്. ഹാർട്ട് സർജറി നടത്തിയ കാര്യം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു രോഗി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ആരോഗ്യരംഗമുള്ള ഇവിടുത്തെ കേരളത്തിലാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഇത്രയും അനാസ്ഥ നിലനിൽക്കുന്ന ഒരു ഭരണം കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. 10 വർഷം നിരാശയാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇവർ നടപ്പിലാക്കി എന്ന് പറയുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കേന്ദ്ര സഹായം ഇല്ലാതെ. ഇവിടെ വിഴിഞ്ഞം പോർട്ട് കേന്ദ്രത്തിൻ്റെ സഹായത്തിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിൻ്റെ നേതാവാണ്.
കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞു, ആകെ കേരളത്തിൽ കാണാൻ പറ്റുന്നൊരു വികസനം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ കാണുന്ന ദേശീയപാതയുടെ നിർമ്മാണമാണ് എന്ന്. ആരാ പറഞ്ഞു? BJP കാരനല്ല പറഞ്ഞു, ലീഗിൻ്റെ നേതാവാണ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് അത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്നതല്ല, അത് പൻവേലിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ നീളുന്ന കേന്ദ്രത്തിൻ്റെ പ്രൊജക്റ്റാ എന്ന് ലീഗിൻ്റെ നേതാവ് നിയമസഭയിൽ പറയുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരം, വികസനത്തിൻ്റെ കാര്യത്തിൽ അംഗീകാരം. ഞങ്ങളുടെ വികസനം എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ്. നിങ്ങൾ നോക്കി നോക്കൂ, 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് സൗകര്യം, സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ, കേരളത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ പോലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ജലലഭ്യതയുടെ പ്രശ്നമുണ്ട്. ജൽജീവൻ മിഷൻ അട്ടിമറിക്കുന്നു. സാധാരണക്കാരൻ്റെ നമ്മളിപ്പോൾ ദൈനംദിന ആവശ്യത്തിന് ഇംഗ്ലീഷ് മരുന്നുകൾ ധാരാളം വാങ്ങുന്ന ആളുകളാണ്, അവർക്ക് ജൻ ഔഷധി സൗകര്യം. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളൊക്കെ ഡയറക്റ്റ് ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ജനങ്ങൾ വളരെ സൗകര്യത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് വിവാദങ്ങളാണ്, ഡീലാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നേരത്തെ ഡീലിനെ കുറിച്ച് പറഞ്ഞു, മലമ്പുഴയിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞു, പാലക്കാട് ഡീലുണ്ട് എന്ന് പറഞ്ഞു. ആരാ പാലക്കാടത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി? ആരാ സ്ഥാനാർത്ഥി? എന്ത് പാരമ്പര്യമാണ് അദ്ദേഹത്തിന് അവിടെ അവകാശപ്പെടാനുള്ളത്? അതെന്ത് ഡീലിനാണ്? BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. BJP-യെ തോൽപ്പിക്കാൻ അത് പരസ്യമാണല്ലോ. പരസ്യമായിട്ട് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് മഞ്ചേശ്വരത്ത് BJP-ക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള ഒരു സ്ഥലമാണ്. BJP വളരെ ചെറിയ വോട്ടിനാണ് തോറ്റത് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ പ്രാവശ്യവും. ആ സ്ഥലത്ത് SDPI-യുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്ന UDF. SDPI-യുടെ തീരുമാനം എടുക്കുന്ന UDF-ഉം പാണക്കാട്ടെ തങ്ങളും കൂടിയിട്ടാ. അത് ഡീലല്ലേ? തിരുവനന്തപുരത്ത് ശിവൻകുട്ടി, ഇതാ ആർഷോ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആർഷോ നിൽക്കുന്ന വേദിയിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആർഷോ പഠിച്ചത് മഹാരാജാസ് കോളേജിലാണ്. അവിടെ ഒരു SFI-യുടെ നേതാവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ചുമരിലൊരു വാചകം എഴുതിയതിൻ്റെ, വർഗീയത തുലയട്ടെ എന്നുള്ള വാചകം എഴുതിയതിൻ്റെ പേരിൽ സഖാവ് അഭിമന്യു മരിച്ച മഹാരാജാസ് കോളേജിലെ SFI-കാരനായിരുന്നു ആർഷോ. SFI-യുടെ സംസ്ഥാന നേതാവാണ്. ആ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് നിങ്ങൾ ഒരു വില കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ശിവൻകുട്ടി പോയിട്ട് SDPക്കാരൻ്റെ വോട്ട് വേണമെന്ന് നിയമത്ത് ആവശ്യപ്പെട്ടു എന്ന് പരസ്യമായി SDPI-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ ഇതല്ലേ ഡീല്? ഈ ഡീൽ ഇവിടെ വെച്ചിട്ടാണ് BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJP-യെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഇവർ നടത്തുന്നു. ഈ ഡീൽ എന്നുള്ള അത് ആ വാചകം ടോസ് ചെയ്തത് സത്യത്തിൽ കോൺഗ്രസ് ആണ്, പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചടിക്കുന്ന ലക്ഷണമാണ്. കാരണം ഇവരെല്ലാം പല ഡീലുകളിലും നിങ്ങളെ കൂടി കൂട്ടിച്ചേർക്കും. യഥാർത്ഥത്തിൽ എന്താ ഡീല്? പാലക്കാട് ഇവർക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് ഇവർ പറയുന്ന പാലക്കാട് അസംബ്ലിക്കകത്ത് ഇടതുപക്ഷം മത്സരിപ്പിക്കാൻ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആളെ കൊണ്ടുവന്ന് നിർത്തി കോൺഗ്രസിനും UDF-നും അനുകൂലമായി കിട്ടുന്ന വോട്ട് അത് കൃത്യമായിട്ട് വാങ്ങിയെടുത്ത് BJP-നെ ജയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന പരിപാടിയല്ലേ കൃത്യമായിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത്. ആ ഡീല് CPM-ഉം BJP-യും കൂടി പാലക്കാട് നടപ്പിലാക്കുന്നു. ആ നടപ്പിലാക്കാൻ പോകുന്ന ഡീല് പാലക്കാട് നടക്കില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം BJP-യുടെ ആൾക്കാർ എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡീല് ഞങ്ങളല്ല, CPM-ഉം BJP-യും തമ്മിലാണ് മത്സരം. പാലക്കാട് മത്സരം BJP-യും UDF-ഉം തമ്മിലുള്ള മത്സരം. ആ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ വോട്ട്, അതായത് UDF-ന് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തിലേക്ക് വലിച്ചാൽ സ്വാഭാവികമായിട്ട് BJP ജയിക്കാൻ സാധ്യതയുണ്ട്. ആ പണിയാണ് കൃത്യമായിട്ട് NMR എന്ന് പറയുന്ന ഒരാളെയും വെച്ചുകൊണ്ട് ഇടതുപക്ഷം ചെയ്യുന്നത്. ആ പണി അവിടെ പാലക്കാട് വിജയിക്കില്ല. അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സുന്ദരമായിട്ട് വിജയിക്കും. പിന്നെ ഡീൽ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഡീൽ നടത്തിയത് BJP-യും പാലക്കാടും തമ്മിലാണ്. അതെ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഡീൽ നടത്തിയത് BJP-യും CPM-ഉം തമ്മിലാണ്. അവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് BJP-യും CPM-ഉം തമ്മിലാണ്. എന്നിട്ട് BJP ജയിപ്പിക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇവിടെ എന്താ നടക്കാൻ പോണേ? ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരണമെങ്കിൽ BJP കുറച്ച് സീറ്റിൽ ജയിക്കണം. അങ്ങനെ BJP കുറച്ച് സീറ്റിൽ ജയിച്ചാൽ UDF അവിടെ പരാജയപ്പെടും. UDF-ഉം BJP-യും തമ്മിലാണ് നേരിട്ട് മത്സരം. അങ്ങനെ BJP കുറച്ച് സീറ്റിൽ ജയിച്ചാൽ UDF പരാജയപ്പെട്ടാൽ മൂന്നാമത് കൂടി പിണറായി വിജയൻ്റെ ഭരണം വരും. അതിന് വേണ്ടിയിട്ട് BJP-യും അതുപോലെ തന്നെ CPM-ഉം തമ്മിലുണ്ടാക്കിയ ഡീലാണ് പാലക്കാട് എന്ന് മാത്രമല്ല കേരളത്തിലെ പല സീറ്റുകളിലും. ആ ഡീല് പൊളിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. റൈറ്റ് കേട്ടോ. ഡീൽ ആരോപണം എന്തായാലും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കറങ്ങിത്തിരിഞ്ഞ് LDF-ന് നേരെ തന്നെ വരും. ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ കാര്യമായാലും നിയമത്തിൻ്റെ കാര്യമായാലും മഞ്ചേശ്വരത്തിൻ്റെ കാര്യമായാലും. ഇതിൽ പ്രിയപ്പെട്ട ഹർഷൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ അവർ ഏതോ ഘട്ടത്തിൽ തന്നെ BJP-യെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ BJP തങ്ങൾ ഇനി അടുപ്പിക്കാൻ കൊള്ളാത്ത ആളുകളാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ട് കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ടിൻ്റെ കണക്ക്.
ആ കൈവിട്ട BJP നിങ്ങളിങ്ങ് വന്നോ, നിങ്ങളിവിടെ മത്സര രംഗത്തെ ശക്തമായിട്ടുണ്ട് എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പണി ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ പാലക്കാട്ടെ സ്ഥിതി എന്താ? കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് 49,000 വോട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാട് മണ്ഡലത്തിനകത്ത്. ഇടതുപക്ഷം 2ാം സ്ഥാനത്തേക്ക് അവിടെ എത്തി. ഞങ്ങൾക്ക് 43,000 ചില്ലാനും വോട്ട് ഞങ്ങൾ ആ മണ്ഡലത്തിനകത്ത് നേടുന്ന നിലയുണ്ടായിട്ടുണ്ട്. BJP 3ാമത് 37,000 വോട്ടായിട്ട് ചുരുങ്ങുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ കേവലം 6,000 വോട്ട് മാത്രമാണ് ഞങ്ങൾ UDFും തമ്മിൽ നിലവിൽ ഏറ്റവും അവസാനം 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാൻ വേണ്ടി കഴിയുക. ആ 6,000 വോട്ട് മറികടക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി ശരിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം ആ നാടിനകത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അനുഭവമുണ്ട്. പാലക്കാട്ടുകാരനായിട്ടുള്ള ആ നാട്ടിലെ ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ആ നാടിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ സ്വപ്നങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത വ്യക്തി. ഇനി പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ, അതിലെ കോൺഗ്രസ്സുകാരുൾപ്പെടെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. അത് മറ്റൊന്നും കൊണ്ടല്ല, തൊട്ട് മുൻപ് ഇവർ ഇത് വലിയ ആഘോഷത്തോടെ വലിയ കൊട്ടിഘോഷിക്കലുകളോടെ കൊണ്ടുപോയി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇവരുടെ സ്ഥാനാർത്ഥി അദ്ദേഹം തീർച്ചയായിട്ടും നിയമത്തുൾപ്പെടെ ഏത് മണ്ഡലത്തിലാണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു വർഗീയ ശക്തിയോടും ഒരു മതവർഗീയ ശക്തിയോടും ഒരു നിലയ്ക്കും സന്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന നിലയുണ്ടായിട്ടില്ല, ആവശ്യപ്പെടുന്ന നിലയുണ്ടായിട്ടില്ല. ഒരു പറഞ്ഞത് ഈ പറഞ്ഞ STPയുടെ പ്രസിഡന്റ് ആയിരിക്കും. ഇപ്പൊ BJPക്കാരന് വേദവാക്യം STPയുടെ പ്രസിഡന്റിന്റെ വാക്കാണോ? സ്ഥാനാർത്ഥി ശിവൻകുട്ടി നേമത്തെ ഞങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാരോട് സഹായം ചോദിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ശിവൻകുട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പൂർത്തീകരിച്ചോട്ടെ, അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടില്ലല്ലോ. STPI പ്രസിഡന്റിന്റെ വാക്കാണ് നിലവിൽ BJPക്കാർക്ക് വേദവാക്യം. നിങ്ങളെ വേദവാക്യം കൊണ്ടിരുന്നോ? ഇടതുപക്ഷം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മതവർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആരുമായും, അത് RSS ആണെങ്കിലും STPI ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. ഒരു വർഗീയ ശക്തിയോടും ഒരു നിലക്കുള്ള സന്ധിയും ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെയാണ് മഞ്ചേശ്വരത്ത് ലീഗിന്റെ നേതാക്കൾ പോയിട്ട് സ്ഥാനാർത്ഥി പിൻവലിക്കാൻ പറയുക STPയോട്. മഞ്ചേശ്വരത്ത് STPയോട് സ്ഥാനാർത്ഥി പിൻവലിക്കാൻ പറയുന്ന നിലയിലേക്ക് പോകുന്ന ബന്ധം അവർ തമ്മിൽ വലിയ വാഗ്വാദങ്ങളുടെ മുമ്പേ ഈ 2 കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഒന്ന്, ആർഷോനോട് ഞാൻ പറഞ്ഞത് STPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുകയാണ്, ശിവൻകുട്ടി ഞങ്ങളുടെ വോട്ട് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ബാധ്യത ശിവൻകുട്ടിക്കാണ്, കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിക്കാണ്. അത് അദ്ദേഹം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. നാളെ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി മഞ്ചേശ്വരത്ത് STPIയുടെ വോട്ട് വേണ്ട എന്ന് VD സതീശൻ പറയുകയാണെങ്കിലും ഞങ്ങൾ ആരുടെയും വോട്ട് വാങ്ങുമെന്ന് പറഞ്ഞത് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്, AM അഷറഫാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഇതാണ് ഡീൽ. ഇവരിതൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും താഴെ തട്ടിൽ ചെല്ലുമ്പോൾ, മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഒറ്റ ചങ്ങായിമാരാണ്. ഇത് പാലക്കാട് ജില്ല, ഇവിടുന്ന് വാളയാർ കടന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒറ്റ കൊടി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ആർഷോന്റെ നേതാവ് അതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലെ മുന്നണിയുടെ ഭാഗമാണ് SDPI. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ, ഇപ്പോൾ ബംഗാളിലേക്ക് പോയാൽ മുന്നണിയായി തന്നെ SDPIയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ പിന്നെ കേരളത്തിൽ ഇത് ഈ നിലയ്ക്ക് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? അത് ഇന്ത്യ മുന്നണിക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇറക്കി കൊണ്ടുവരണം, അവിടെ അധികാരത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഘടകകക്ഷികൾ, ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയാണ്. അവർ ബംഗാളിലും ത്രിപുരയിലൊന്നും ഇല്ല, ഇന്ത്യക്കകത്ത് കേരളത്തിൽ കുറച്ചുണ്ട്. അവർ ഞങ്ങളൊപ്പം കൂടുക എന്ന് പറഞ്ഞാൽ അല്ല, ഞങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇവർ 2 പാർട്ടികൾ സ്ട്രോങ് ആയിട്ടുണ്ടാകുന്ന സ്ഥലമാണ് CPM, ബംഗാളിലും ത്രിപുരയിലും. അവിടെ അവരില്ല. കേരളത്തിൽ ഞങ്ങളൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ അവർ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവർ മുന്നോട്ടെ എന്ന് പറയാൻ STPIയുടെ വോട്ട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഏത് തെരഞ്ഞെടുപ്പിൽ STPIയുടെ വോട്ട് ഞങ്ങൾ ചോദിച്ചില്ല. തമിഴ്നാട്ടിലും STPIയുടെ വോട്ട് ചോദിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പറഞ്ഞതുപോലെ ആരെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ, അല്ലാതെ വീട്ടിൽ പോയി പറയാൻ. പക്ഷേ ഒരു മതവർഗീയതവാദിയുടെ പാർട്ടിയുടെയും വോട്ട്
ഞങ്ങൾ പാടിക്കില്ല. റൈറ്റ് അത് റൈറ്റ് ഞങ്ങൾ റൈറ്റ്. ഇനി നിൽക്കൂല. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഞാൻ തരാം. ആരോടാ ചോദ്യം എന്ന് പറയണേ? എനിക്ക് ചോദിക്കാനുള്ളത് UDF-ന്റെ പ്രതിനിധിയോടും BJP-യുടെ പ്രതിനിധിയോടാണ്. BJP-കാരനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടുള്ള നമ്മുടെ വയനാട് ദുരന്തം എന്തുകൊണ്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല? പിന്നെ അതുപോലെ തന്നെ വയനാടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാം, നിങ്ങൾ വയനാടിന് വേണ്ടി എത്ര കോടി പിരിച്ചു? അതിൻ്റെ പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് ഇപ്പോൾ എവിടെ? അത് ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചത്? ഒരു ചോദ്യം കൂടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ പാലക്കാട് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് ഇത്ര ഇത് കൊള്ളണത്? അതിന് ഏകദേശം അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അത് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണെന്നുള്ളതാണ് അവരുടെ വാദം. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞോളൂ, നിങ്ങൾ രണ്ടുപേർക്കുള്ള അവസരമാണ്, പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. കേന്ദ്രം മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് കേന്ദ്രം സഹായിക്കേണ്ട ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവർ കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് അവിടേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് എത്രയാണ്? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്? അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എവിടെ നിന്നാണുള്ളത്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ പൈസ ആവശ്യത്തിന് കിടക്കുമ്പോൾ എന്തിനാണ് ഒരു കേന്ദ്ര സഹായത്തിൻ്റെ ആവശ്യം? ആ ഫണ്ട് എത്രയാണ് വന്നത്? അത് എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ ഇടപെട്ടെ, ഞാൻ എൻ്റെ അവസരം വേണ്ടല്ലോ, നിങ്ങളുടെ അവസരങ്ങളിലൂടെ പോവാം. പറഞ്ഞു. അതിനകത്ത് ചോദ്യത്തിലേക്കേ അദ്ദേഹം വന്നില്ല. എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തിയ ചോദ്യമായിട്ട് ഞാൻ കേട്ടത്. അതിന് മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ CMDRF-മായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ കണക്കും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കണക്കാണ്. സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ CMDRF-ലേക്ക് ജനങ്ങൾ നൽകിയ ജനം നൽകിയ പണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ്. സംസ്ഥാന കണക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു മൃതദേഹം അവിടെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ധനകാര്യ മന്ത്രി ഈ നാടിനകത്ത് എന്താ കേരളം ഇന്ത്യക്കകത്താണല്ലോ, കേരളം ഇന്ത്യക്കകത്താണല്ലോ, വയനാട് ഇന്ത്യക്കകത്താണല്ലോ. ഈ കാലയളവിൽ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയൊരു മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവായ പൈസ ചെലവാകുന്ന പൈസയെ കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ വേറെ ദുരന്തം ബാധിച്ച സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അതല്ലാതെ ഈ കാലവിളംബം ഇല്ലാതെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുത്തു, എന്തുകൊണ്ട് കേരളത്തിന് മാത്രം തന്നില്ല? എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് ഒരേ മാനദണ്ഡം വെച്ചിട്ടാ, അത് കേന്ദ്ര മാനദണ്ഡം വെച്ചിട്ടാ. അതല്ലാതെ കേരളത്തിനൊരു പദ്ധതി, തമിഴ്നാടിനൊരു പദ്ധതി എന്നുള്ള അരുണിനോടുള്ള ചോദ്യം, അരുണിന്റെ മറുപടി. ചേട്ടൻ ചോദിച്ചത് വയനാടിന്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. വയനാടിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ചോദ്യം അത്. വയനാടിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഫണ്ട് കോൺഗ്രസിന്റെ അക്കൗണ്ടിലുണ്ട്. യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഫണ്ടും കോൺഗ്രസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വയനാട്ടിലെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിടൽ കഴിഞ്ഞു. ഈ സ്ഥലം മേടിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഉണ്ടാക്കിയ പ്രയാസം കാരണം അത് കുറച്ച് നീണ്ടുപോയി. അതിന്റെ ഭാഗമായി സ്ഥലം മേടിച്ചു. അതിന്റെ കണക്കൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് തരാം. ഞങ്ങളൊരു വീട് കെട്ട ആരംഭിക്കുകയാണല്ലോ. 30 വീട് യൂത്ത് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, 100 വീട് കോൺഗ്രസ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ പിരിച്ച കണക്കൊക്കെ നിങ്ങളുടെ കൃത്യമായിട്ട് വിടാം. ഓക്കെ, ഞങ്ങൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് അത് കൃത്യമായ കണക്ക് നിങ്ങൾക്ക് തരാം. കൃത്യമായിട്ട് ആ വീടിന്റെ കണക്കും പണത്തിന്റെ ചെലവും ഡീറ്റെയിൽസ് ഞങ്ങൾ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കും പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസ് പിരിച്ച വയനാട്ടിലത്തെ എനിക്ക് അരുണിനോടാണ്. ആ ഫണ്ടൊന്നും ഇല്ലല്ലോ, അത് പോട്ടെ, അതിന് കണക്കില്ല, അത് കൊടുക്കുന്നില്ല, ആവശ്യം പോട്ടെ. അവർ പറഞ്ഞതല്ല, മുഖ്യമന്ത്രി പിരിച്ച ഫണ്ടിന്റെ കണക്കില്ല, മുഖ്യമന്ത്രി ഒരു വീടിന് എത്ര കൊടുത്തു കണക്കില്ല. എനിക്ക് ശ്രീ അരുണിനോടാണ് ചോദിക്കാനുള്ളത്. 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങയുടെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷൻ 6000 രൂപ പ്രതിമാസം കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വർഷം ഒരു പെൻഷൻ ഗുണഭോക്താവിന് 72,000 രൂപ. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ടായിരുന്നു ഇന്നലെയൊക്കെ. അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞത് 5 ഗ്യാരണ്ടിയാണ്. അതിൽ ഒരു ഗ്യാരണ്ടി
സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന്. സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചറിഞ്ഞിട്ടായിരിക്കും. 5 വർഷത്തിന് മുമ്പ് 6000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞ ആളുകൾ 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് 3000ലേക്ക് താഴ്ന്നത്? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും അത് സാമ്പത്തിക പറയുന്നത്. പ്രതിസന്ധി അല്ല, അതിനുള്ള കാരണം അവർ പറയട്ടെ. സാമ്പത്തിക പ്രതിസന്ധി അവർ പിന്നീട് പരിഗണിക്കട്ടെ. അവർ അന്ന് 6000 കൊടുക്കാമെന്ന് പറഞ്ഞു. 5 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് 3000ലേക്ക് താഴ്ന്നു? ഒരു ചോദ്യം പ്ലീസ്. വളരെ നന്ദിയുണ്ട്. ആ ചേട്ടൻ ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം കൂടെ ഉണ്ട്. ഒരു ചോദ്യം. ഇപ്പോൾ നേമത്തെ കാര്യം പറഞ്ഞല്ലോ. 1982 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ 2 മണ്ഡലങ്ങൾ ഒരേ സമയത്ത് മത്സരിച്ചു. ഒന്ന് നേമത്ത്, ഒന്ന് മാളയിൽ. രണ്ടിടത്തും അദ്ദേഹം ജയിച്ചു. നേമത്ത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ആ നേമം മണ്ഡലത്തിൽ 2016 തെരഞ്ഞെടുപ്പിൽ, കരുണാകരൻ ജയിച്ച മണ്ഡലത്തിൽ 2016 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 13,680 വോട്ടാണ്. മുന്നണി സ്ഥാനാർത്ഥിക്ക്, മുന്നണി സ്ഥാനാർത്ഥിക്കോ അല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണല്ലോ. മുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 13,680 വോട്ടാണ്. എവിടെ പോയി കരുണാകരനെ ജയിപ്പിച്ച വോട്ടുകൾ? നിങ്ങൾ ആ വോട്ടുകൾ കൊടുത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു BJP-കാരനെ കേരള നിയമസഭയിൽ എത്തിച്ചത്. ആ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം ആൻസർ തരാം. ഇപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. പാലക്കാട് MLA ആരായിരുന്നു ആദ്യം? കോൺഗ്രസ് ആയിരുന്നോ? BJP ആയിരുന്നോ? നിങ്ങളുടെ വോട്ട് എവിടേക്കാണ് പോയത്? നിങ്ങൾ എങ്ങനെ 3ാം സ്ഥാനത്തേക്കായത്? ആ വോട്ട് BJP-ക്ക് കൊടുത്തു. കോൺഗ്രസ്സുകാരൻ പറയില്ല നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്, അല്ലാതെ BJP-ക്ക് കൊടുത്തു എന്ന് ഞങ്ങൾ പറയില്ല. അവിടെ ഇരിക്കോ, അവിടെ ഇരിക്കോ, ഞാൻ പറയട്ടെ ഏട്ടാ, ഞാൻ പറയട്ടെ. ഇരിക്കോ, രണ്ടാമത്തെ അവിടെ ഇരിക്കോ, രണ്ടാമത്തെ ചോദ്യം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. രണ്ടാമത്തെ ഇരിക്കോ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. രണ്ടാമത്തെ മറുപടി പറഞ്ഞോളൂ. നിങ്ങളുടെ ഓട്ടം എവിടെ പോയി? പാലക്കാടിന് നിങ്ങളുടെ ഓട്ടം എവിടെ? പാലക്കാടിന്റെ ഓട്ടം എവിടെ? നിങ്ങൾ ആദ്യത്തെ അവിടെ കുടുങ്ങി പോകും നമ്മൾ. പാലക്കാടിന്റെ ഓട്ടിന്റെ കണക്ക് പറഞ്ഞാ ഞാൻ നേമത്തെ കണക്ക് പറഞ്ഞു തരാം. ആ ഓട്ടം എവിടെ പോയത്? അത് എവിടെ പോയത്? അത് BJP-ക്ക് വിറ്റോ? ആ BJP-ക്ക് അറ്റോളം ചെയ്തോ? ഇനി രണ്ടാമത് ചോദ്യം. ഈ ചേട്ടൻ ഞങ്ങളുടെ 5 ഇന പദ്ധതി മനസ്സിലാക്കി എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട്. കാരണം കേരളത്തിൽ ഇവർ പറഞ്ഞത് 3000 രൂപ പെൻഷൻ എന്ന് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC-ൽ യാത്ര ചെയ്യുന്നത് സൗജന്യമാക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയട്ടെ ചേട്ടാ, പറയട്ടെ എവിടെ കൊടുക്കണ്ടേ? എവിടെ ചേട്ടാ കൊടുക്കണ്ട? ഇപ്പോൾ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ? കോൺഗ്രസ് കർണാടക കൊടുക്കുന്നുണ്ടെന്ന്. തെലങ്കാന കൊടുക്കുന്നുണ്ട്, കർണാടക കൊടുക്കുന്നുണ്ട്, തെലങ്കാന കൊടുക്കുന്നുണ്ട്, രാജസ്ഥാൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ബാക്കി ഈ പറഞ്ഞ 6000, 3000 3000 കൊടുക്കുന്നുള്ളതാണ് പ്രശ്നം. ഈ പറഞ്ഞ തുക 1000 അക്കൗണ്ട് കേട്ടില്ലേ? പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ ജോലി കൊടുക്കാത്ത, കേരളത്തിന്റെ മണ്ണിൽ PSC പഠിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് ലിസ്റ്റിൽ വന്നിട്ട് കേരളത്തിന്റെ മണ്ണിൽ ജോലി കൊടുക്കാതെ മുട്ടുകാലിൽ ടാറിട്ട റോഡിലൂടെ ഇടഞ്ഞ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിതമായ വായ്പ കൊടുക്കും എന്ന തീരുമാനം കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ചെയ്യണം, എല്ലാവർക്കും എത്തിക്കണം. അർഷനോട് ഒന്ന് വയനാട് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് 100 ആളുകളെ തിരഞ്ഞെടുത്ത് 51 പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. CPM എന്താണ് ചെയ്തത് എന്നൊന്ന് പറയാൻ ഒന്ന്. രണ്ടാമത് പട്ടിക നിരത്തും CPM ചെയ്ത സർക്കാർ ചെയ്ത കാര്യമല്ല, CPM ചെയ്ത കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഇപ്പോൾ കുറേ ചർച്ചയിൽ ഡീലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. വേങ്ങര മത്സരിക്കുന്ന ഇപ്പോഴത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ SDP സ്ഥാനാർത്ഥിയായിരുന്നു. അതിനെന്താണ് പറയാനുള്ളത് എന്ന്. മൂന്നാമത്തെ കാര്യം, ഒറ്റപ്പാലം ഈ മണ്ഡലം മാറുന്ന മുമ്പും ശേഷവും VC കബീർ മാസ്റ്റർ, M ഹംസ, P ഉണ്ണി, പ്രേംകുമാർ, ഇവരാണ് MLA-മാർ. ഇവിടെ ഒറ്റപ്പാലത്ത് ഒരു കളിസ്ഥലം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഒരു KSRTC സ്റ്റാൻഡ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഇത്ര നീണ്ട കാലം ഒരു താലൂക്ക് ആസ്ഥാനമായിട്ട് പോലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ക്ലിയർ ആണ് ചോദ്യം. ആർഷോ ഉത്തരം. വയനാടുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തമുഖത്ത് കേരളത്തിലെ CPI-ഉം കേരളത്തിലെ ഇടതുപക്ഷവും ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഗവൺമെൻറ്റാണ്
ഈ വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കണം, പുനരധിവാസ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളെടുത്ത ഞങ്ങളെടുത്തുള്ള തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്തെ മുഴുവൻ ആളുകളോടും ഞങ്ങളുടെ ബഹുജന സംഘടനകളുടെ മുഴുവൻ ആളുകളോടും പറഞ്ഞത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കൈമാറി അതല്ലാത്ത നിലയിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തിയത് DYFI എന്നുള്ള നിലക്കാണ്. DYFI വളരെ കൃത്യമായി തന്നെ ആ ഇടപെടൽ ഈ പറഞ്ഞ പോലെ വിവിധങ്ങളായിട്ടുള്ള ചലഞ്ച് റീബിൽഡ് വയനാട് ക്യാമ്പയിൻ ഏറ്റെടുത്ത് 20 കോടി രൂപ സമാഹരിച്ച് ആ തുക ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന പ്രവർത്തനമാണ് നടത്തിയത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിനുമപ്പുറത്ത് അന്ന് അതിനെ വിശ്വാസമില്ലാതിരുന്ന ഒരു കൂട്ടരായിരുന്നു കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിശ്വസിക്കരുത്, സർക്കാരിന് പൈസ കൊടുക്കരുത്, ആ പൈസ മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആപ്പിലേക്ക് നിക്ഷേപിക്കൂ, ഞങ്ങളാണ് ഈ നാടിനകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏക മനുഷ്യർ എന്നുള്ളതായിരുന്നു അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ വാദം. ഇന്ന് ഈ ഒരു 2026 നമ്മൾ ഈ മാർച്ച് മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ നാടിന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച ഇടതുപക്ഷം ആ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുകയും ആ ഗവൺമെൻറ് ആ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും ചെയ്തതിൻ്റെ അനുഭവം വയനാട്ടിലെ മുണ്ടക്കൈയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനപ്പുറത്തെ അതിനെതിരെ നിന്ന കോൺഗ്രസ് അതിനെതിരെ നിന്ന കോൺഗ്രസ് ഈ ഘട്ടത്തിലും നിങ്ങളോട് എത്ര ഉറുപ്പ്യ നാട്ടിലെ മനുഷ്യരോട് വയനാട്ടിലെ മനുഷ്യന്റെ കണ്ണുനീര് പറഞ്ഞ് പണം എത്ര എന്നുള്ളതിനെ കുറിച്ച് ഈ നിമിഷം പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നില്ല, പറയാൻ വേണ്ടി കഴിയുന്നില്ല. അതിലെത്ര തുകങ്ങൾ പുട്ടടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ പൈസ വിരിച്ച് പറയുന്നുണ്ടല്ലോ, ആ യൂത്ത് കോൺഗ്രസിന്റെ പൈസയുടെ പകുതിയും ബാംഗ്ലൂരിലെ, മഹാരാഷ്ട്രയിൽ, മുംബൈയിലൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മേശവരിപ്പിനകത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. കണ്ണുനീര് വിറ്റ് പുട്ടടിച്ച ആളുകള് ആ പണം കൊണ്ട് പോസ്റ്റർ അടിച്ചു കൊടുക്കുന്നതിലേക്ക് നീങ്ങിയ ആളുകളാണ് നിങ്ങളെന്ന് നാട് തിരിച്ചു. ഒരു കാര്യം, അപ്പൊ PK ശശിനെ പേടിയുണ്ട്. ശശിയേട്ടന്റെ കാര്യം വീണ്ടും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചാടി. എന്നാൽ ചാടാത്തെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുന്നു. അത് ചാടിയിട്ടുണ്ട്, അതിന് കൃത്യമായി നന്ദി. ഞങ്ങളുടെ പണം ഞങ്ങൾ കൃത്യമായിട്ട് പറയട്ടെ KPCC കൊടുത്തിട്ടുണ്ട്. അവിടെ വീടുകൾ ഉയരും. പക്ഷേ ഇന്നലെ വന്ന വാർത്ത, നിങ്ങൾ കൊടുത്ത ആ ബിൽഡിങ്ങിനകത്ത് ഒരാൾക്കും കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ കൊടുത്ത ബിൽഡിംഗ് മാറിയിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത് അതിന് നിങ്ങളിട്ട ഞങ്ങൾ പിരിച്ച കണക്കല്ല ചേട്ടാ പറഞ്ഞത്. ഞങ്ങൾ പിരിച്ച കണക്ക് നിങ്ങളുടെ കണക്ക് പറ, മുഖ്യമന്ത്രി പിരിച്ച കണക്ക് പറ. ഏതാപ്പ് ടീമിന്റെ ഇടയിലൊക്കെയാണ് ഇനി പൈസ കൊടുക്കുന്നത്. ഈ പിരിച്ച പൈസ എവിടെയാണ് എന്താണെന്ന് തുറന്നു പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ളത് NDA ഗവൺമെന്റ് ആണ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്. വയനാട് ഡിസാസ്റ്റർ മാത്രമല്ലല്ലോ, ഇവിടെ നടന്നിട്ടുള്ള എല്ലാ വികസനത്തിലും എത്ര പൈസ 5000 കോടിയില്, എത്ര കോടിയില് 60,000 കോടിയില് 5000 കോടി തന്നിട്ട് 60,000 കോടി രൂപ ചെലവാക്കിയിട്ട് ഇവിടെ ഹൈവേക്ക് 60,000 കോടി മൊത്തത്തിൽ ചെലവഴിച്ച ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് പൈസ കൊടുക്കേണ്ടി വന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. അത് കേരളത്തിന് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനം കേരളത്തിന്റെ ഭൂമിയുടെ വില എന്താ? ഈ വില ബീഹാറിൽ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? 60,000 കോടി രൂപ വരുന്ന പ്രൊജക്റ്റിലേക്കാണ് 5,000 കോടി കൊടുത്തു എന്ന് മേനി അടിക്കുന്നത്. മുഹമ്മദ് റിയാസ് എന്ത് ഉളുപ്പുണ്ടായിട്ടാ വലിയ ഓപ്പൺ ജീപ്പിൽ റോഡ് ഷോ നടത്തിയത്? എന്ത് കൊടുത്തിട്ടാ?
അതെ എന്താണ് വേങ്ങരയിൽ SDPI സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പം CPM-ലെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ശ്രീ സഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചിരുന്നു. SDPI-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നില്ല, സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു. കാരണം സമയമില്ല. കണക്ക് പറയുകയാണെങ്കിൽ ആദ്യം അയ്യപ്പസ്വാമിയുടെ കണക്ക് പറയേണ്ടി വരും. അവിടെ വിഗ്രഹം മാത്രമേ പോകത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കണേ 3 ചോദ്യങ്ങളാണ്. ആരോടാ? LDF-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഒന്ന്, എന്നും നമ്മുടെ പാർട്ടി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പാവങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളത്. ആ പാവങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതായിരുന്നു 2500 രൂപ പെൻഷൻ കൊടുക്കും എന്നുള്ളത്. പക്ഷേ പെൻഷൻ കൊടുത്തത് ഏറ്റവും അവസാനം 4.25 വർഷം കഴിഞ്ഞിട്ട് 2000 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ അത് പാവങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണോ അതോ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പാവങ്ങളെ വീണ്ടും പാവങ്ങളാക്കാനാണോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ റോഡ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 വർഷമായിട്ട് ഈ MLA-മാർ 2-3 ആൾക്കാർ ഇവിടെ വന്നു, CPM-ന്റെ. ഒരാൾക്കൊരു പാരലൽ റോഡ് ഉണ്ടാക്കാൻ ഈ നാട്ടിൽ കഴിഞ്ഞിട്ട് എന്ത് ദീർഘവീക്ഷണവും കാഴ്ചപ്പാടാണ് നിങ്ങളുടെ MLA-മാർക്ക് ഒറ്റപ്പാലത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം. മൂന്നാമത്തെ ഒരു ചോദ്യം, ഈ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണു, വികസനം കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ വികസനം വരുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഈ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് അവർക്ക് സത്യസന്ധമായ പ്യൂരിറ്റിയുള്ള പണം വരുന്ന എന്തെങ്കിലും തൊഴിലവസരം നൽകാൻ, ഇവിടെ എന്തെങ്കിലും വികസന കാഴ്ചപ്പാടുകളോ മറ്റ് സ്ഥാപനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ കൊണ്ടുവരാൻ ഇടതുപക്ഷം ഇന്ന് വരെ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ ക്ലിയർ ആണ്, നീണ്ടുപോകരുത്. അതാ പറഞ്ഞു. ഇതിനകത്ത് പുതിയ സംരംഭങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന നമ്മുടെ മുൻ അനുഭവം ഈ നാടിനകത്തെ ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം സംസാരിച്ച സമയത്ത് ഉൾപ്പെടെ സൂചിപ്പിച്ചു PSC-യുമായി ബന്ധപ്പെട്ടടക്കം. PSC-യുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളം ആവർത്തിച്ചവർ ഈ നാടിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ അപ്രഖ്യാപിത നിയമന നിരോധനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റെക്കോർഡ് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ PSC-ക്ക് കഴിഞ്ഞത്. ഈ കാലയളവിനകത്ത് 3.5 ലക്ഷത്തോളം വരുന്ന നിയമനങ്ങൾ കേരളത്തിൽ ഇതിനു മുൻപ് ഇല്ലാത്ത നിലയിൽ നടത്തുന്നതിന് വേണ്ടി PSC-ക്ക് കഴിഞ്ഞ കാലയളവാണ് കടന്നുപോയിട്ടുള്ളത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിനകത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എന്തായിരുന്നു 2016 മുൻപ് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ ലാഭത്തിലുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് 2026-ലേക്ക് നിൽക്കുമ്പോൾ 27ഓളം വരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലെത്തിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ വന്നു നിൽക്കുന്നത്. ഇനി പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു സംരംഭകനെ സംബന്ധിച്ച് ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ, വ്യവസായം ആരംഭിക്കാൻ കൊള്ളാത്ത നാട് ആണ് കേരളം എന്ന പൊതുബോധം നിലനിന്നിരുന്നു. ഒരു സംരംഭകൻ കേരളത്തിലേക്ക് കടന്നു വന്നാൽ ആ പണ്ട് പഴയ മിഥുന സിനിമയിൽ മോഹൻലാൽ ദാക്ഷായണി ബിസ്ക്കറ്റിന്റെ കമ്പനി തുടങ്ങാൻ വേണ്ടി പോയ അനുഭവമായിരിക്കും മനസ്സിലേക്ക് വരിക. അങ്ങനെ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് കേരളത്തിലേക്ക് ഇന്ന് ഒരു വ്യവസായം ഇന്ത്യയിൽ ആരംഭിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കഴിഞ്ഞ 2 കൊല്ലം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനകത്തെ 1ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കേരളത്തിന് കഴിഞ്ഞത്. ഇനി മുഴുവൻ സംരംഭങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കഴിഞ്ഞ 1 വർഷക്കാലം കേരളത്തിനകത്ത് സംസ്ഥാന സർക്കാർ സംരംഭക വർഷമായിട്ട് ആചരിച്ചു. ആ സംരംഭക വർഷത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി മാത്രം 3.5 ലക്ഷം വരുന്ന പുതിയ സംരംഭങ്ങൾ കേരളത്തിനകത്തെ 3.5 ലക്ഷം വരുന്ന പുതിയ സംരംഭങ്ങൾ കേരളത്തിലേക്ക് സംരംഭക വർഷത്തിന്റെ ഭാഗമായി കടന്നു വരുന്ന നിലയുണ്ടായി. അതിന്റെ ഭാഗമായി മാത്രം 8.5 ലക്ഷത്തോളം വരുന്ന പുതിയ തൊഴിലവസരങ്ങൾ ഈ നാടിനകത്ത് സൃഷ്ടിക്കപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ വസ്തുതകളൊക്കെ ഈ നാടിനെ മുൻപിൽ വെച്ച് തന്നെ ഈ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. വഴിയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ട വികസനം ഉണ്ടായിട്ടില്ല, നിങ്ങൾ തുടർച്ചയായി വിജയിച്ചിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിനകത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം, അത് പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലയളവാണ്. കിഫ്ബിയുടെ ഉൾപ്പെടെ ഫണ്ട് ഈ മണ്ഡലത്തിനകത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയും ഈ മണ്ഡലത്തിനകത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ ചേർത്ത് കൊടുക്കുന്നു. ഒറ്റപ്പാലം ടൗണിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യം പറയണം. ഇന്ന് പാലക്കാട് ജില്ലയിലെ ഏറ്റവും അധികം ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു തിരക്കേറിയ ടൗണാണ് ഒറ്റപ്പാലം ടൗൺ. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ടൗൺ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ MLA-മാർക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? ഒറ്റപ്പാലത്തെ പ്രധാനപ്പെട്ട ടൗൺ നവീകരിക്കാനും അവിടുത്തെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടില്ല. ഇവിടുത്തെ റോഡുകൾ, ഓരോ റോഡുകളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ, കയറുംപാറ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒക്കെ റോഡുകൾ തകർന്നു കിടക്കുന്നു. എന്താണ് ഈ MLA-മാർക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള, പാർപ്പിട പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ആ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാം. വളരെ പെട്ടെന്ന് ചോദിക്കണം, സമയം തീരാറായതുകൊണ്ടാ. ആരോടാ? ജനാധിപത്യത്തിൽ ഈ ചർച്ചകൾ വളരെ സ്വാഗതാർഹമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേപോലെ ഇന്നലെ കാവശ്ശേരി പൂരമായിരുന്നു. 3 മണിക്കൂറുകളാണ് ഒറ്റപ്പാലം ടൗണിൽ ബ്ലോക്കായത്. ഒരു 10-30 കൊല്ലം CPM-ന്റെ MLA ഉണ്ടായിട്ടും അത് അതിനോടൊപ്പം തന്നെ ഒറ്റപ്പാലം ബൈപ്പാസ്, ഇപ്പോൾ നേരത്തെ ഒരു സിനിമ ഡയലോഗിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഓർമ്മ വരുന്നത് വെള്ളാനകളുടെ നാട്ടിലാണ്. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയത് 30 വർഷമാണ്. അതേപോലെ
ഈ ദുരിതാശ്വാസ 30 നിധിയുടെ വർഷം എന്നുള്ള കണക്ക് പറയുമ്പോൾ മറ്റേ ഭരണകൂടം ഇപ്പൊ അതിന് കൂടുതൽ പറയേണ്ടി വരും. അതേപോലെ ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വാരിയത് ആരാ? കളമശ്ശേരിയിലെ സക്കീർ ഹുസൈൻ എന്ന CPM-കാരനാണ്. അവരെ പുറത്താക്കിയിട്ടുണ്ടോ? പിന്നെ സ്ഥാനാർത്ഥിയെ മോശക്കാരായി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. CPM ഇട്ട ബർമുട, ബാക്കിയുള്ളവർ അതേ സാധനം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? അപ്പോൾ അതാണ് പ്രശ്നം. അല്ല, ആ ബർമൂടങ്ങൾ വളരെ സന്തോഷത്തോടെ ഇട്ടോളൂ. നല്ല സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെയാണ് തന്നിട്ടുള്ളത്. ആ നിക്കറിങ്ങൾക്ക് തന്നത് വളരെ സന്തോഷത്തോടെയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ അത് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ബർമൂടങ്ങൾ ഇട്ടോ. ആ ബർമൂടങ്ങൾ സന്തോഷത്തോടെ തന്നിട്ടുള്ളത്. നാളെ അത് നാറി തുടങ്ങുമ്പോ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾ ഓർക്കും. അപ്പൊ ഓർത്താ മതി. ഇനി ഒറ്റ കാര്യം, നമുക്ക് സമയം അവസാനിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് സമയം അവസാനിക്കുന്നതിന് മുമ്പ് പാലക്കാട് ജില്ലയിൽ എത്ര സീറ്റിൽ UDF വിജയിക്കും? 8 സീറ്റിൽ UDF 8 സീറ്റിൽ വിജയിക്കും. നിങ്ങൾ എത്ര സീറ്റിൽ വിജയിക്കും? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 2 സീറ്റായിരുന്നു നഷ്ടപ്പെട്ടത്, പാലക്കാടും മണ്ണാർക്കാടും. ആ 2 സീറ്റ് ഉൾപ്പെടെ തിരിച്ചു വിളിച്ചുകൊണ്ട് മുഴുവൻ സീറ്റിലും വിജയിക്കുന്ന നിലയായിരിക്കും പാലക്കാട് ഉണ്ടാകുക. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തേരോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട് സൃഷ്ടിക്കും. പാലക്കാട് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിക്കും. സീറ്റിന്റെ എണ്ണം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അത്ഭുതം സൃഷ്ടിക്കും. അതായത് പാലക്കാട് ആ വിജയം നിലനിർത്താൻ LDF-ഉം 8 സീറ്റ് പിടിച്ചെടുക്കാൻ UDF-ഉം അത്ഭുതം നടത്താനായിട്ട് NDA മത്സരിക്കുകയാണ്. കടുത്ത പോരാട്ടം നടക്കുന്ന പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് തൽക്കാലം നമ്മൾ പൊളിറ്റിക്കൽ മാസ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്ക് ടു സ്റ്റുഡിയോ.